മധുരമുള്ളവരെയാണ് എല്ലാവർക്കും നല്ല ഇഷ്ടം ഉണ്ടാകുക അല്ലെ. നേരത്തെ ഞാൻ കാണിച്ചു തന്ന പച്ചമുളക് കണ്ടാൽ ആളുകൾ എന്താ ചെയ്യാ അല്ലെ, നമ്മൾ കാണുമ്പോ തന്നെ എരിവലിക്കും. മധുരമുള്ള ആളുകൾ എല്ലാവർക്കും നല്ല ഇഷ്ടം ഉണ്ടാവും. മധുരമുള്ള ആളുകളാകാൻ നമ്മൾ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകണം. സൽസ്വഭാവികൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. സൽസ്വഭാവികൾ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ഉപ്പാക്ക് ഇഷ്ടമായിരിക്കും, ഫ്രണ്ട്സിന് ഇഷ്ടമായിരിക്കും, അതുപോലെ തന്നെ കൂട്ടുകുടുംബാദികള്, അയൽവാസികള്, പിന്നെ ആർക്കൊക്കെ ഇഷ്ടം ഉണ്ടാകുക, ടീച്ചേഴ്സിന്, ഉസ്താദുമാർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. അങ്ങനെ സൽസ്വഭാവികളാകണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ഹാബിറ്റുകൾ, ക്യാരക്ടർ രൂപപ്പെടുന്നതിന്റെ കാര്യ പറയുന്നത്. നല്ല ഹാബിറ്റുകൾ, നല്ല ശീലങ്ങൾ നമ്മിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ സൽസ്വഭാവികളാകാൻ പറ്റുള്ളൂ. നല്ല ഹാബിറ്റുകൾ, നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തണമെങ്കിൽ നല്ല ആക്ടിവിറ്റികൾ ചെയ്യണം, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ നല്ലത് ചിന്തിക്കണം, അതുപോലെ തന്നെ നല്ലതുമായിട്ട് ഇടപെടണം, നല്ലതുമായിട്ട് ഇടപഴകണം. എല്ലാം സംസാരിക്കുന്നത് നല്ലതാണ്, കാണുന്നത് നല്ലതാണ്, കേൾക്കുന്നത് നല്ലതാണ്. എല്ലാം നന്മയിലാണെങ്കിൽ നമ്മുടെ ഹാബിറ്റ് നന്നായി തീരും. അതുകൊണ്ട് തന്നെ ക്യാരക്ടർ, ഗുഡ് ക്യാരക്ടറായി, നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മൾ മാറും. അതല്ല നമ്മൾ സിനിമ കാണുന്നവരാണ്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത മോശപ്പെട്ട വീഡിയോസുകളും റീൽസുകളും കാണുന്നവരാണ്, ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവരാണെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമായി പോകുന്നു, നമ്മുടെ ശീലങ്ങൾ ദുശ്ശീലങ്ങളായി മാറുന്നു. അതുകൊണ്ട് തന്നെ ബാഡ് ആയിട്ടുള്ള ക്യാരക്ടർ, മോശപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മൾ മാറുന്നു. അതുകൊണ്ട് സൽസ്വഭാവികളാകണമെങ്കിൽ നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് പറയുക, നല്ലതിൽ ഇടപെടുക. ഒന്ന് പറഞ്ഞേ, നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് പറയുക, നല്ലതിൽ ഇടപെടുക. ഇങ്ങനെയുള്ള ഒരു ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ നന്മ നമ്മിൽ ഉണ്ടാവുക.